ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ 16 കിലോ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ സഹായിച്ച ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. കറക്റ്റായ രീതിയിൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഞാൻ എക്സസൈസ് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ ഡയറ്റ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എക്സസൈസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടൊന്നുമല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും സമയക്കുറവ് കാരണം വണ്ണം കുറയ്ക്കാൻ പറ്റാതെ അയ്യോ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ വണ്ണം കുറയത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർ. അവർക്കൊക്കെ ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇന്ന് വരെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, തുടങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. ഒരു ടൈം സ്ലോട്ട് അനുസരിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ലോട്ട്സ് എന്ന് പറയുന്നത് 12:12, 16:8, 20:4 ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് 12:12 ആണ്. അതായത് 12 മണിക്കൂർ കഴിക്കുകയും 12 മണിക്കൂർ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ മതി. കാര്യം ആദ്യം തന്നെ നമുക്ക് ഈ 16:8 ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ വിശന്നിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തുടങ്ങുന്ന ആൾക്കാർ എപ്പോഴും 12:12 തുടങ്ങാനായിട്ട് ശ്രമിക്കണം. അതൊരു 3 ആഴ്ചയൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്ലോട്ടിലോട്ട് പോകാം. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലർക്ക് 9 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 മണിക്ക് തുടങ്ങാം. ഈവനിങ് ഉള്ള ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു 12:12 വരുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ പലർക്കും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കാമോ, അപ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നല്ലേ കേട്ടിട്ടുള്ളത്, അങ്ങനെയൊക്കെ പറയും. ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ ഒത്തിരി വെള്ളം കുടിക്കണം. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ UTI, തലകറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. വെള്ളം പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ജീരകവെള്ളം, ഗ്രീൻ ടീ ഇതൊക്കെ തന്നെ കുടിക്കാം. പക്ഷെ ഒന്നിലും പഞ്ചസാര ഇടാൻ പാടില്ല. പിന്നെ കരിക്ക് വെള്ളം കുടിക്കാമോ, കഞ്ഞി വെള്ളം കുടിക്കാമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. അതൊന്നും തന്നെ കുടിച്ചുകൂടാ. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കാലറി ഉള്ള ഒന്നും തന്നെ കൺസ്യൂം ചെയ്യാൻ പാടില്ല. വെള്ളത്തിൽ കാലറി ഇല്ല. ഗ്രീൻ ടീ, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീയിലൊക്കെ തന്നെ കാലറി വളരെ കുറവാണ്. അത് നമ്മുടെ ഫാസ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യില്ല. സോ ഇത്തരം കാര്യങ്ങൾ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. കാലറി റിച്ച് ആയിട്ടുള്ള ഈ കരിക്ക് വെള്ളം, കഞ്ഞിവെള്ളം ഇതൊന്നും കുടിക്കാൻ പറ്റില്ല. പിന്നെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്നിട്ട് ഈ ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ച് വാരി വലിച്ചങ്ങ് കഴിക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ട് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അതാണ്, നിങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നു. നോർമലായിട്ട് നമ്മൾ എത്രയാണോ ഫുഡ് കഴിക്കുന്നത് അത് മാത്രമേ കഴിക്കാവുള്ളൂ. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീൽ എടുക്കണം ആദ്യം. അതായത് പ്രോട്ടീൻ ഉണ്ടാവണം, കാർബ് ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം. അതായത് ഒരു ചപ്പാത്തി എടുക്കാം, അതിൻ്റെ കൂടെ മുട്ട, പനീർ, ചിക്കൻ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡായി വരുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോട്ടീനും കാർബും ഫൈബറും ഒക്കെ അതിനകത്ത് വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമോ അതുപോലെ ഈ കാലറി കുറഞ്ഞ എന്തെങ്കിലും ഒരു ഡ്രിങ്കും കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് നല്ല രീതിക്ക് വീർക്കും. മോര് കുടിക്കാം, ചിയാ സീഡ് ഇട്ട വാട്ടർ കുടിക്കാം, അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ നട്ട്സ്. ഞാൻ ചിലപ്പോൾ ആൽമണ്ട് കഴിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ പനീർ കഴിക്കും. അതും അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചിട്ടായിരിക്കും ഫാസ്റ്റിംഗ് നിർത്തുന്നത്. അതുപോലെ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് വേണം ഈ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഫാസ്റ്റിങ്ങിലല്ലാത്ത സമയവും എപ്പോഴും മനസ്സിലുണ്ടാവണം നമ്മൾ ഒരു ഡയറ്റ് ചെയ്യുകയാണ്, നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. എണ്ണയുള്ള പലഹാരങ്ങൾ, അല്ലെങ്കിൽ വറുത്തത്, പൊരിച്ചത്, ഭയങ്കര മൈദയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, ഷുഗറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാസ്റ്റിങ്ങിന് ഒരു ഗുണവും ഉണ്ടാവില്ല. ഇനി ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് തലകറക്കം തോന്നുകയോ അല്ലെങ്കിൽ തലവേദന വരികയോ ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ നിർത്തുന്നതാണ് നല്ലത്. ഒരു ദിവസം ട്രൈ ചെയ്യുക, അടുത്ത ദിവസം ബ്രേക്ക് കൊടുക്കുക, അതിൻ്റെ അടുത്ത ദിവസം ട്രൈ ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി ആ ട്രാക്കിലേക്ക് വന്നാൽ മതി. എല്ലാം കൂടെ അങ്ങ് ചാടിയെടുത്ത് ഒരു ദിവസത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. നമ്മുടെ ഹെൽത്ത് നോക്കണം. അതുപോലെ തന്നെ ഈ പ്രഗ്നന്റ് ലേഡീസ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ലേഡീസ് ഒന്നും ഇത് ട്രൈ ചെയ്യാൻ പാടില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കൊച്ചിന് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യാമോ എന്ന്. ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മിൽക്കിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത് ബാധിക്കും. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഫീഡ് ചെയ്യുന്ന മദേഴ്സും പ്രഗ്നന്റ് ലേഡീസും ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരുവിധം ഫോളോ ചെയ്താൽ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാതെ 4 ദിവസം ചെയ്ത്
ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് വെയിങ് സ്കെയിലിൽ കയറി നിന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ അതിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. മിനിമം 2 മുതൽ 3 ആഴ്ച ഫോളോ ചെയ്തതിന് ശേഷം മാത്രം വെയിറ്റ് നോക്കുക കേട്ടോ. അതിന് മുന്നേ ഓരോ ദിവസമായിട്ട് ചെന്ന് വെയിറ്റ് നോക്കിയിട്ട് അത് ഒരു ഡീമോട്ടിവേറ്റിംഗ് ആണ് ഈ ഡെയിലി വെയിറ്റ് നോക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാനും ചിലപ്പോൾ നോക്കാറുണ്ട്. അത് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആണ്. അത് ചെയ്യാതിരിക്കുക. 3 ആഴ്ചയിൽ നല്ലതുപോലെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഉറക്കം കുറയുകയാണെങ്കിൽ നമുക്ക് ക്രേവിങ് ഉണ്ടാകും, ഭയങ്കര വിശപ്പുണ്ടാകും, ആർത്തി പിടിച്ചിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ ആ ഡയറ്റിൽ നിന്ന് നമ്മൾ പുറത്തു വരും. നല്ല രീതിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ വന്നു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ കുറച്ചൊക്കെ എക്സസൈസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സമയമുണ്ടെന്നുള്ളവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ എക്സസൈസ് ചെയ്യുന്നത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞ് ഭയങ്കര വലിയ വർക്കൗട്ടും ഒരുപാട് ടയേർഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ചിലപ്പോൾ തലകറക്കം പോലെയൊക്കെ വരാം. അതുകൊണ്ട് മൈൽഡായിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. എൻ്റെ ബോഡി ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പുഷ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഡയറ്റ് ചെയ്താൽ മതി. അത് തന്നെ ധാരാളം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പിന്നെ ചിലർക്ക് ചോറ് കഴിച്ചാൽ വെയിറ്റ് കുറയത്തില്ല, ചിലർക്ക് ചോറ് കഴിച്ചാലും വെയിറ്റ് കുറയും. അതും നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡി അനലൈസ് ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചോറ് കഴിച്ചാൽ വെയിറ്റ് കുറയില്ല. ഞാൻ കഴിച്ചു നോക്കി, കുറച്ചു നോക്കി, ഒക്കെ പല രീതിക്ക് ശ്രമിച്ചു നോക്കി. എന്നാണോ ഞാൻ ചോറ് നിർത്തിയത് അന്ന് മുതലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെയാണോ അത് സെറ്റാകുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.